ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഫ്ലിയർ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു അൺബോക്സിങ്ങും അതേപോലെ തന്നെ ഇതിന്റെ ഒരു റിവ്യൂ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സ്പീക്കറാണ്, ഒരു റീചാർജബിൾ പോർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ സ്പീക്കറാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു അൺബോക്സിങ്ങിന് അത്ര വലിയൊരു പ്രാധാന്യം ഉണ്ടാവില്ല, കാരണം ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഏകദേശം ഒരു കൊല്ലം ആവാനായിട്ടുണ്ട്. അപ്പോൾ ഒരു കൊല്ലത്തിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു റിവ്യൂ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബോക്സിന്റെ മുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. ഈ ഒരു പ്രൊഡക്റ്റില് ഡിസ്കോ ലൈറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, അതേപോലെ USB, SD, FM, MP3 എല്ലാവിധ സംഭവങ്ങളും ഈ ഒരു പ്രൊഡക്റ്റിലുണ്ട്. അതേപോലെ തന്നെ LED ഡിസ്പ്ലേ ആണ് ഈ ഒരു പ്രൊഡക്റ്റിന് വരുന്നത്. അതേപോലെ തന്നെ വയർലെസ് മൈക്രോഫോൺ, അതായത് വയർലെസ് ആയിട്ടുള്ള മൈക്ക് ഈ ഒരു പ്രൊഡക്റ്റിനുണ്ട്. അതേപോലെ തന്നെ 4000 വാട്ടാണ് ഇതിന്റെ പവർ എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിന്റെ കോഡ് അല്ലെങ്കിൽ സീരിയൽ നമ്പർ എന്ന് പറയുന്നത് GMS 8519 എന്നുള്ള ഒരു കോഡിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്തെ മുഴുവൻ ഡീറ്റെയിൽസ് വായിച്ചു കഴിഞ്ഞു. ഇനി ഈ ഒരു ഭാഗത്തൂടെ എന്തൊക്കെയോ കുറെ സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോ പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ്: LED ഡിസ്പ്ലേ, ഡിസ്കോ ലൈറ്റ്, റിമോട്ട് കൺട്രോള്, FM സ്റ്റീരിയോ, മൈക്രോഫോൺ ഇൻപുട്ട്, USB SD കാർഡ്, നേരത്തെ ആ ഫ്രണ്ട് ഭാഗത്തുള്ളത് തന്നെയാണ്. 1 വയർലെസ് മൈക്രോഫോൺ ഒക്കെ ഫ്രണ്ടിൽ എഴുതിയിട്ടുള്ള അതേപോലെ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ കൊടുത്തിട്ടുള്ള ഓരോ സംഭവങ്ങളുടെയും സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. വൂഫർ 12 ഇഞ്ചാണെന്ന് തോന്നുന്നു, 2 വരട്ടുണ്ട്. അതേപോലെ തന്നെ ട്വീറ്റർ 10 ഇഞ്ച്, ഫ്രീക്വൻസി റെസ്പോൺസ് 40 ഹെർട്സ്, അതേപോലെ തന്നെ ഇംപെഡൻസ് 4 ohms, അതേപോലെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് 93 ഡെസിബിൾ, അതേപോലെ തന്നെ പവർ AC 110 to 240 വോൾട്ട് എന്ന് കൂടെ ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഏകദേശം നമ്മുടെ ഈ ഒരു ബോക്സിൽ എഴുതിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു. ഞാൻ സിമ്പിൾ ആയിട്ട് ഇതെടുത്ത് കറക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിന്റെ ഉള്ളിൽ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ഒരു കാലി ബോക്സ് ആണ്. ഒരുപാട് കാലമായിട്ട് ഞാൻ ആവശ്യത്തിനും അനാവശ്യത്തിനായിട്ട് ഒരുപാട് തവണ അൺബോക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അൺബോക്സിന് നമ്മൾ അത്ര വലിയൊരു പ്രാധാന്യം നൽകുന്നില്ല. കൂടുതലായിട്ട് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ഇതിന്റെ മെയിൻ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഇനി എന്തായാലും ഈ ഒരു ബോക്സിൽ ഈ ഒരു സ്പീക്കറിന്റെ കൂടെ ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റുകളുടെയും കൂടെ ഉണ്ടാവുന്നത് പോലെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ കൂടെ ഒരു യൂസർ മാനുവൽ ഉണ്ട്. കാര്യമായിട്ട് ആരും നോക്കാറൊന്നുമില്ല, ജസ്റ്റ് എടുത്ത് കാണിച്ചു തന്നുള്ളൂ. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഇതുപോലെ അതിന്റെ പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു വയറാണ്. അടുത്തത് ഇതിന്റെ കൂടെ വരുന്നത് ചെറിയൊരു റിമോട്ടാണ്. നമുക്ക് ആവശ്യാനുസരണം പാട്ടുകൾ എന്തെങ്കിലുമൊക്കെ പ്ലേ ചെയ്യുകയാണെങ്കിൽ നമ്മൾ USB കണക്ട് ചെയ്തിട്ട് പാട്ടുകൾ കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് നെക്സ്റ്റ് അടിക്കാനും വോളിയം കൂട്ടാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു റിമോട്ട് കൂടെ വരുന്നുണ്ട് ഇതിന്റെ കൂടെ. പിന്നെ അടുത്തത് നമ്മുടെ മെയിൻ ഐറ്റം, നമ്മുടെ മൈക്രോഫോൺ. ഈ ഒരു പ്രൊഡക്റ്റിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് ഈ ഒരു മൈക്കിനാണ്. ഞാനിത് പറയാൻ കാരണം മറ്റൊന്നല്ല, നല്ലൊരു അടിപൊളി ക്വാളിറ്റിയിലാണ് നമ്മൾ ഈ ഒരു മൈക്ക് ഓൺ ആക്കിയിട്ട് സംസാരിക്കുമ്പോൾ ഒരു ഔട്ട്പുട്ട് ആ ഒരു സ്പീക്കറിൽ നിന്ന് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ കൂടെ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കേബിൾ കൂടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ കൂടെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു മൈക്കിൽ എങ്ങനെയാണ് ഈ ഒരു മൈക്കിന്റെ പ്രവർത്തനം നമുക്ക് നോക്കാം. അപ്പൊ മൈക്ക് ഈ ഒരു അടിഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഊരി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബാറ്ററി ഇടാനുള്ള സ്ലോട്ട് കാണാൻ കഴിയും. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ബാറ്ററി നമുക്ക് സാധാ നമ്മുടെ ഈ ഒരു ക്ലോക്കിലൊക്കെ ഇടുന്ന ടൈപ്പ് സാധാ ബാറ്ററി ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ യൂസ് ചെയ്തതിന്റെ ഒരു ഏകദേശം ഒരു എക്സ്പീരിയൻസിൽ ഈ ഒരു ബാറ്ററി ഏകദേശം ഒരു 6 മണിക്കൂറിന്റെ അടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ബാറ്ററി ഉപയോഗിച്ചിട്ട് ഈ ഒരു മൈക്ക് 6 മണിക്കൂറിന്റെ അടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ലുക്കിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. അപ്പൊ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു അപ്പിയറൻസ് ഉള്ള ഒരു രീതിയിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു പ്രൊഡക്റ്റിൽ നല്ല രീതിയിൽ തന്നെ ഒരു ഡിസ്കോ ലൈറ്റ് എന്നുള്ള രീതിയിലൊരു ലൈറ്റ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ പകൽ വെളിച്ചത്തിലാണ് ഇപ്പൊ ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അത്ര വലിയ രീതിയിലൊരു ലൈറ്റ് നിങ്ങൾക്ക് ഇപ്പൊ തോന്നാത്തത്. ഈ ഒരു സ്പീക്കറിന്റെ നേരെ പുറകുവശമാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇതൊരു ട്രോളി സ്പീക്കറാണ്. അതായത് ജസ്റ്റ് ഒരു അടിയിലൊരു ചക്രവും അതേപോലെ തന്നെ നമുക്ക് വലിച്ചുകൊണ്ട് ഒരു ട്രോളി ടൈപ്പിലായിട്ടാണ് ഇതിന്റെ ഒരു നിർമ്മിതി വരുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ പുറകുവശത്ത് കാണുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് ചർച്ച ചെയ്യാം. ഈ ഒരു ഭാഗത്താണ് ഇതിന്റെ ഓൺ ഓഫ് ബട്ടൺ വരുന്നത്. അപ്പൊ നമ്മളിത് ഓൺ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഹൈഫൈ ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു LED ഡിസ്പ്ലേയില് കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പൊ നമുക്ക് ഇവിടെ ഒരുപാട് സ്വിച്ചുകൾ ഉണ്ട് ഇതിന്റെ മോഡുകൾ ചേഞ്ച് ചെയ്യാനും. അതേപോലെ തന്നെ നമ്മൾ FM റേഡിയോ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഓരോരോ സ്വിച്ചുകളും, അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ SD കാർഡ് ഇടാനുള്ള സ്ലോട്ടുകളും അതേപോലെ തന്നെ ഒരു USB സ്ലോട്ടും ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ
നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ സൗണ്ട് കൺട്രോൾ ചെയ്യാനുള്ള ഓരോരോ കാര്യങ്ങളാണ്. മെയിനായിട്ട് നമ്മളെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഫസ്റ്റത്തെ നമുക്ക് യൂസ് ചെയ്യാം. ഫസ്റ്റത്തെ ഈ ഒരു സംഭവം അങ്ങോട്ടൂടെ തിരിച്ചിട്ട് നമുക്ക് സെറ്റ് ആക്കാം. അതേപോലെ തന്നെ ഇതിന്റെ ട്രബിള്, അതേപോലെ ബാസ്, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത്രയും അധികം കൺട്രോളിംഗ് സിസ്റ്റം ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഭാഗത്ത് വരുന്ന ഒരു ആന്റിന എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോഫോൺ അല്ലെങ്കിൽ വയർലെസ് ആയിട്ടുള്ള നമ്മുടെ മൈക്രോഫോണിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ആന്റിന എന്ന് പറയുന്നത്. അത്യാവശ്യത്തിന് നല്ലൊരു നീളം ഈ ഒരു ആന്റിനക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ അധികം ദൂരം ചെന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ മൈക്രോഫോൺ യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഇവിടെ വരുന്നത് DC 12 വോൾട്ട് ഇൻപുട്ട് നമുക്ക് മറ്റുള്ള സ്പീക്കറിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻപുട്ടിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഒരു അഡീഷണൽ ആയിട്ട് നമുക്ക് വേറെ മൈക്ക് യൂസ് ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള മൈക്ക്, നമ്മുടെ വയർഡ് മൈക്കുകൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മൈക്കുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ലോട്ടുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫോണിൽ നിന്നൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓക്സ് ഇന്ന് പറഞ്ഞിട്ടുള്ള 2 സ്ലോട്ടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചാർജ് ഫുള്ള് ലോ അതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ബൾബുകളാണ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ കാണുന്നത്. അതിന് നേരെ താഴേക്ക് വരുമ്പോൾ ഇവിടെയാണ് നമ്മൾ ചാർജിങ് ഇൻപുട്ട്, ചാർജിങ് പോർട്ട് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. നമ്മൾ ഒരു തവണ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 8 മണിക്കൂറിന്റെ അടുത്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ഒരു സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ DJ ലൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ LED ലൈറ്റ് ഓൺ ആക്കാനും അതേപോലെ തന്നെ ഓഫ് ആക്കാനുള്ള സ്വിച്ച് ആണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത്. അതേപോലെ ഈ ഒരു സൈഡിൽ ചെറിയൊരു ആന്റിന വരുന്നുണ്ട്. ഈ ഒരു ആന്റിന എന്ന് പറയുന്നത് നമ്മുടെ FM റേഡിയോന്റെ ആന്റിന ആണ്. FM റേഡിയോ കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് ഈ ഒരു ആന്റിന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഈ ഒരു സ്പീക്കറിൽ വരുന്നത്. എന്തായാലും നല്ലൊരു അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നമ്മളിപ്പോ ഇവിടെ ഈ ഒരു മോഡ് ക്ലിക്ക് ചെയ്തപ്പോൾ ലൈൻ എന്നുള്ളത് മാറിയിട്ട് ജസ്റ്റ് ബ്ലൂടൂത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ബ്ലൂടൂത്തിലേക്ക് കണക്ട് ചെയ്തിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് സോങ്സ് ഒക്കെ കേൾക്കാൻ കഴിയും. ഇതിന്റെ ഒരു ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ സൗണ്ട് ക്ലാരിറ്റി എന്ന് പറയുന്നത് വേറെ ലെവലാണ് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഇതിന് നമ്മൾ മൈക്രോഫോൺ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നല്ല അടിപൊളി ക്ലാരിറ്റിയിലാണ് ഇതിന് സൗണ്ട് വരുന്നത്. അപ്പോൾ നമുക്കിനി ഇതിന്റെ ഒരു സൗണ്ട് ടെസ്റ്റ് ചെറുതായിട്ട് നോക്കി വെക്കാം. അപ്പൊ എത്രത്തോളം ഇതിന്റെ സൗണ്ട് ക്യാമറയിൽ കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് കേൾക്കാൻ കഴിയുമെന്ന് അറിയില്ല. ജസ്റ്റ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നമ്മളെ മൈക്ക് ജസ്റ്റ് ഓൺ ചെയ്യാണ്. ഹലോ ചെക്ക്. ഹലോ, നിങ്ങൾക്ക് എത്രത്തോളം നല്ല രീതിയിൽ കേൾക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പൊ എന്തായാലും ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നിങ്ങളൊരു അടിപൊളിയായിട്ടുള്ള ഒരു സ്പീക്കർ തേടി അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഹൈലി ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ ഇതിന്റെ ഒരു ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡീഷണൽ ആയിട്ടൊരു വയർഡ് മൈക്ക്, അതായത് ഒരു വയറുള്ള മൈക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ സൗണ്ടിന്റെ ക്വാളിറ്റിക്ക് ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മൈക്കുകൾ ഒരേ സമയം യൂസ് ചെയ്യുമ്പോൾ, അതായത് ഈ ഒരു വയർലെസ് മൈക്കും അതേപോലെ തന്നെ നമ്മളെ ആ ഒരു വയർഡ് ആയിട്ടുള്ള വയറുള്ള മൈക്കും നമ്മൾ ഒരേ സമയം യൂസ് ചെയ്യും, ആ ഒരു മൈക്കിലൂടെ പറയുന്ന ആ ഒരു വോയിസിന് ചെറിയ രീതിയിലുള്ള ഒരു ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട്. അതല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളിലും ഈ ഒരു മൈക്ക്, ഈ ഒരു സ്പീക്കർ വളരെ അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏകദേശം ഒരു 7-8 കിലോ വെയിറ്റ് വരുന്നുണ്ട് ഈ ഒരു സ്പീക്കർ. നമ്മുടെ നാട്ടിൽ ഈ ഒരു പ്രൊഡക്റ്റ് അത്ര കൂടുതലായിട്ട് അവൈലബിൾ അല്ല എന്ന് തോന്നുന്നു. ഞാൻ ഇതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് ജസ്റ്റ് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഏകദേശം നമ്മുടെ നാട്ടിലെ വില അനുസരിച്ച് ഏകദേശം 8000 രൂപയോളം ഈ ഒരു പ്രൊഡക്റ്റിന് വരുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ദുബായിൽ നിന്ന് ഫാദർ വരുമ്പോൾ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിലും നല്ല നല്ല അൺബോക്സിങ്ങുകളും അതുപോലെ തന്നെ നല്ല നല്ല അടിപൊളിയായിട്ടുള്ള കിടിലം വീഡിയോസുകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ ബൈ.